സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മകനെ കൊണ്ട് നിർത്തിയോ ഇല്ല. പിന്നീട് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ടവരായിരുന്നു. സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഉറക്കെ പറയും സയ്യിദുനാ ഇസ്ഹാഖ്. പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ ഒക്കെ ബഹുമാനം കൊടുക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അതാണ്. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അള്ളാഹു ബഹുമാനിച്ചിട്ടുള്ള വസ്തുക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം. അത് കല്ലാണെങ്കിൽ പോലും ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കണം. അതുകൊണ്ടാണല്ലോ ഹജറുൽ അസ്വദിനെ ചുംബിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനാകുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദിനെ ചുംബിച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇന്നി ലഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന എന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ നേർക്ക് നേരെ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. ഇല്ലെങ്കിൽ ഹജറുൽ അസ്വദെ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. എനിക്കറിയാം നീ കേവലം ഒരു കല്ലാണ്. യാതൊരു വിധമാകുന്ന ബുദ്ധിമുട്ടും മറ്റൊരാൾക്ക് വരുത്താൻ സ്വന്തമായി കഴിയാത്ത ഒരു കല്ലാണ്. യാതൊരുവിധ നഫ്ഉം പ്രയോജനവും മറ്റുള്ളവർക്ക് എത്തിക്കാൻ സ്വയമായി കഴിവില്ലാത്ത ഒരു കല്ലാണ് നീ. പക്ഷേ എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒരു സാദാ സീത കല്ലല്ല, നിനക്കൊരു പ്രത്യേകതയുണ്ട്. നബിതങ്ങൾ ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രത്യേകതയുണ്ട്. സ്വർഗത്തിൽ നിറക്കപ്പെട്ട കല്ലാണ് ഹജറുൽ അസ്വദ്. വെളുത്ത നിറത്തിനാലുള്ള കല്ലായിരുന്നു. മനുഷ്യർ പാപമംഗുരമാകുന്ന കരങ്ങളുമായി അതിൽ വന്ന് തടവുകയും ചുംബിക്കുകയും ചെയ്ത കാരണത്താൽ അത് കറുത്തുപോയതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അതിന് അങ്ങേയറ്റം കറുത്ത കല്ലെന്നാണ് പേര്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അസ്വദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കറുത്തു. അതിന്റെ മുകളിൽ ഒരു കറുപ്പില്ല. ഈ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ കല്ല് നാളെ മഹ്ശറിൽ അതിന് സംസാര വൈഭവം കൊടുക്കും. ആ കല്ല് വന്നുകൊണ്ട് അള്ളാഹുവിനോട് വിളിച്ചു പറയും, അള്ളാഹുവേ എന്നെ ഇന്നാരിന്ന മനുഷ്യൻ, ഇന്നാരിന്ന സഹോദരൻ, ചുങ്കപ്പാറയിലുള്ള ഇന്ന അത്ത, ഇന്ന അമ്മ എന്നെ ചുംബിച്ചു എന്ന് പരസ്യമായി അള്ളാഹുവിനോട് വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുന്നവർക്ക് തീർച്ചയായും ഈ കല്ല് മുഖേന ശുപാർശ ചെയ്ത് സ്വർഗത്തിലെത്താൻ ഹേതുവാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഒരു കല്ലിനെ ആദരിക്കാൻ അല്ലാഹു പഠിപ്പിച്ചു. അല്ലാഹ് എന്തിനെ ആദരിക്കാൻ പറഞ്ഞോ അതിനെ ആദരിക്കുക, അതാണ് ഇസ്ലാം. ബേസിക് അതാണ്. അല്ലാഹു എന്തിനെ നിന്ദിക്കാൻ പറഞ്ഞോ അതിനെ നിന്ദിക്കണം. ഇബ്ലീസ് എന്ന് കേൾക്കുമ്പോൾ ഉറക്കെ പറയണം ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേൽ ഉണ്ടാവട്ടെ. അല്ലാഹ് നിന്ദിച്ച വസ്തുവാണ്. അല്ലാഹു നിന്ദിച്ചതിന്